നമ്മളെ ആരും ഭീഷണിപ്പെടുത്താനോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഭയപ്പിക്കാനോ നോക്കണ്ട. കാര്യം നമുക്ക് നമ്മുടെ നാടും നമ്മുടെ സ്ഥലവും വീഡിയോ എടുക്കുന്ന ഒരു മേഖലയിൽ വെച്ച് നമ്മൾ കാണുന്നതായിരിക്കാം. ചിലപ്പോൾ നമ്മുടെ പെൺ സുഹൃത്തുക്കളായിട്ട് ആൺ സുഹൃത്തുക്കളായിട്ട് ചിലപ്പോൾ നമ്മളെ പെങ്ങളായിട്ട് പലരുമായിട്ട് നമ്മൾ പുറത്ത് പോകണമായിരിക്കാം. പക്ഷേ നിങ്ങൾ അതൊരിക്കലും വീഡിയോ ഫോട്ടോ എടുത്ത്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. വാഴ ടു കാണാത്തവരായി ചുരുക്കമായിരിക്കും. വാഴ 1 എന്ന് പറയുന്ന സിനിമയുടെ വിജയത്തിന് ശേഷം രണ്ടാം ഭാഗമായിരുന്നു വാഴ 2. വൻപിച്ച സൂപ്പർ ഹിറ്റ് മെഗാ ഹിറ്റ് സിനിമയായിരുന്നു. ഇവിടെ യൂട്യൂബുകളിൽ കോമഡി സ്കിറ്റൊക്കെ ചെയ്ത് നടന്ന 4 പയ്യന്മാർ അവരെ കൊണ്ടുവന്ന് മറ്റൊരു സിനിമയിലേക്ക് അഭിനയിക്കുന്നു. അതൊരു വമ്പൻ സൂപ്പർ ഹിറ്റായിട്ട് മാറുന്നു. സത്യം പറഞ്ഞാൽ ഓൾ ഓവർ ഏതാണ്ട് 250 കോടിയിലേറെ പിരിച്ച ഒരു പടമാണ്. ഇന്ത്യയിൽ തന്നെ അല്ല, കേരളത്തിൽ മാത്രമായിട്ട് ഏതാണ്ട് 150 കോടിയോളം പിരിച്ചൊരു പടമാണ്. അത് ചെറിയ കാര്യമല്ല. ചെറിയ ജൂനിയർ ആർട്ടിസ്റ്റായ ഈ പറയുന്ന യൂട്യൂബ് വഴി മാത്രം പരിചയമുള്ള പയ്യന്മാരെ കൊണ്ടുവന്ന് ഹിറ്റായ ഒരു പടമാണ് വാഴ 2. അവരുടെ അത് വിജയിക്കാനുള്ള കാരണങ്ങൾ പലതാണ്. ഞാൻ മനസ്സിലാക്കുന്ന അവരുടെ ആ ഒരു നാച്ചുറാലിറ്റി ഉണ്ട്. അതേ അവരുടെ ഭാഷാ ശൈലി, അവർ സംസാരിക്കുന്ന രീതി വളരെ നാച്ചുറൽ ആയിട്ടാണ് എല്ലാവരും നല്ല അഭിനയിക്കാൻ കഴിവുള്ള പിള്ളേരാണ് ഈ ഒരു 4 പേരും. അതുമല്ല കുറെ ഇമോഷണൽ ടച്ചും പിന്നെ യൂത്തിന്റെ കുറെ ഈ പറയുന്ന എന്താണ് ഒരു സപ്പോർട്ട് എല്ലാം കൂടി ഒരു പടം വൻ ഹിറ്റാണ്. അവർ ഇനിയും പുതിയ പടങ്ങളിലേക്ക് അഭിനയിക്കും എന്നൊക്കെ. എന്തായാലും അവർക്കൊരു ഭാവിയുണ്ട്. ഇനിയും ഒരുപാട് അവസരങ്ങൾ അവർക്ക് കിട്ടും. കാരണം എല്ലാവർക്കും അഭിനയിക്കാൻ കഴിവുണ്ട് എന്നുള്ളത്. അത് യൂട്യൂബിൽ തന്നെ കോമഡി സ്കിറ്റൊക്കെ ചെയ്യുമ്പോൾ തന്നെ അവർ അത് തെളിയിച്ചതിന് ശേഷമാണ് അവരെ ഈ പറഞ്ഞ പടത്തിലേക്ക് വിളിച്ചത് എന്നുള്ളത്. പക്ഷെ അവരൊരു യൂട്യൂബ് ചാനലിൽ അവരുടെ തന്നെ ചാനലിൽ അവരൊരു ഈ പടത്തിന് ശേഷം അവരുടെ സന്തോഷങ്ങളും ഒക്കെ പങ്കുവെച്ചുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിനോടൊപ്പം അവർ കുറച്ച് കാര്യങ്ങൾ എൻഡിലോട്ട് എത്തുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങളെ ആരും ഭീഷണിപ്പെടുത്താൻ വരണ്ട എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് അവരുടെ സംസാരം കേൾക്കുമ്പോൾ ഇവരെയൊക്കെ ആരൊക്കെ വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ്. അതുമല്ല നമ്മുടെ കൂട്ടത്തിൽ പല സ്ത്രീകളോ അല്ലെ പെൺകുട്ടികളോ ഒക്കെ വരുമ്പോൾ നിങ്ങൾ ആരും ഫോട്ടോയിൽ എടുത്തിടരുത്, അത് വേറൊരു രീതിയിൽ ചിത്രീകരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു സാധനം. അതിൽ എനിക്ക് സ്ട്രൈക്ക് ചെയ്തത് നമ്മളെ ആരും അവരുടെ പേര് വിനായക്, അലൻ, ഹാഷിർ, അജൻ ജോയ്, ഈ 3 പേരാണ് ആ പയ്യന്മാർ കേട്ടോ. അറിയാലോ നിങ്ങൾക്ക്. അപ്പോൾ ഇത് ആരാണ് ഭീഷണിപ്പെടുത്തിയത് എന്നുള്ളതാണ്. ഇപ്പൊ പറയുമ്പോൾ സിനിമാ ഫീൽഡിൽ അറിയില്ല, ആരെങ്കിലും സിനിമാ ഫീൽഡിലുള്ളവർ എന്നെ ആരെങ്കിലും പൊങ്ങി വരാൻ നോക്കുമ്പോൾ അവരെ എങ്ങനെയും ഇടിച്ചു താത്താൻ വേണ്ടിയിട്ട് കുറെ എണ്ണം ശ്രമിക്കും എന്നുള്ളതാണ്. അങ്ങനെ എന്തെങ്കിലും വന്ന ഭീഷണിയാണോ എന്നുള്ളതാണ്. അവരെ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് അവരെ കണ്ണു നിറഞ്ഞ മുഹൂർത്തങ്ങളൊക്കെ അവരതിനകത്ത് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പറയാം. അതിനു മുമ്പ് ഇവർ പറഞ്ഞ സീരിയസ് ആയിട്ടുള്ള മാറ്റർ നമുക്ക് ആദ്യം വെക്കാം. നമ്മളെ അറിഞ്ഞുകൂടാത്ത കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു, അവരിലേക്ക് അറിയപ്പെട്ടു. ഇനിയുണ്ട് അറിഞ്ഞുകൂടാത്ത സത്യം ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. നമ്മൾ ഇപ്പോഴും ഞാൻ പറയുന്നത് ആരും എല്ലാവർക്കും അറിയത്തില്ല. അത് നമ്മൾ മൈൻഡ് ആദ്യം വേണം അല്ലേ. ആരുടെ വാപ്പയില്ല. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, നമുക്ക് 4 പേരുടെ കാര്യങ്ങളെല്ലാം നമ്മൾ 4 പേര് തന്നെയാണ് ഈ മേഖലയിൽ കഷ്ടപ്പെട്ട് നമ്മുടെ രീതിയിലെത്തി. അതിന് സഹായിച്ച ഒരുപാട് ആൾക്കാരാണ് നമ്മൾ ഈ മേഖലയിൽ വരാൻ. അവരോട് എല്ലാ റെസ്പെക്റ്റേ ഉള്ളൂ. ഇനിയിപ്പോൾ ഭാവിയിലായാലും നമ്മളെ നല്ലൊരു മേഖലയിലേക്ക് എത്തിക്കാൻ വേണ്ടി സഹായിക്കുന്ന എല്ലാവരും നമുക്ക് റെസ്പെക്റ്റേ ഉള്ളൂ. നമ്മൾ ആരെയും ഏതെങ്കിലും രീതി ഉപദ്രവിക്കുന്നെങ്കിൽ നിങ്ങൾ അവിടുത്തെ ഉപദ്രവിക്കുള്ളൂ, നമ്മൾ മൈൻഡ് ചെയ്യത്തില്ല. നിങ്ങൾ അതുവഴി പൊക്കിയോളും. പിന്നെ വേറെ കാര്യം പറയാം, ഒരു രീതിയിൽ നമ്മളെ ആരും ഭീഷണിപ്പെടുത്താനോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഭയപ്പിക്കാനോ നോക്കണ്ട. കാര്യം നമുക്ക് നമ്മുടെ നാടും നമ്മുടെ സ്ഥലവും വീഡിയോ എടുക്കുന്ന ഒരു മേഖല ഉള്ളതുകൊണ്ട് നമ്മൾ ഇവിടെ വന്ന് വീഡിയോ ചെയ്താലും ഒരു നേരത്തെ ചോറ് വെച്ച് നമ്മൾ ജീവിച്ചോളും. അതൊന്നും പ്രതീക്ഷിച്ചാൽ നമ്മൾ ഈ മേഖല നിൽക്കുന്ന ഒറ്റ ആൾക്കാരെ പ്രതീക്ഷിക്കുന്നുള്ളത് നിങ്ങൾ മാത്രമാണ്. ബാക്കിയൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. നല്ല ആൾക്കാർ നമ്മളെ കൂടട്ടെ, നമുക്ക് നല്ലൊരു ലൈഫ് തരട്ടെ. കല്യാണ ആലോചന. അപ്പോൾ താങ്ക് യു ഓൾ. ഇതാണ് അവർ അവസാനം പറഞ്ഞത്. വീഡിയോയുടെ എൻഡിൽ പറഞ്ഞൊരു സാധനമാണ്. പക്ഷെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. മറ്റൊന്നുമല്ല, നിങ്ങൾ എന്നെ ഉപദ്രവിക്കുന്നത്, നമ്മളെ ഉപദ്രവിക്കുന്ന അവിടെ കൊണ്ട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ മൈൻഡ് ചെയ്യത്തില്ല. പിന്നെ നമ്മളെ ഭീഷണിപ്പെടുത്താനോ ഇത് നോക്കണം. നമുക്ക് ഈ പറയുന്ന എന്തുണ്ട്, നമുക്ക് ഈ ഒരു മീഡിയ അല്ലെങ്കിൽ ഈ പറയുന്ന യൂട്യൂബ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ഉണ്ട്. അവിടെ നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, നമ്മുടെ കൂട്ടുകാരുണ്ട്, നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്. അതുവഴി നമ്മൾ ജീവിച്ചുകൊള്ളുമെന്ന് പറയുമ്പോൾ ഇന്ത്യൻ അർത്ഥം നിങ്ങൾ ഇനി ആ പടത്തിലുള്ള ഈ ഫിലിം ഫീൽഡിൽ നിൽക്കുന്ന ആരോ ഇനി നിങ്ങൾക്കൊന്നും പടം കിട്ടില്ല, നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ വെട്ടിക്കളയണം. അറിയാമല്ലോ, കുറച്ച് പേര് പൊങ്ങി വരുമ്പോൾ അവരെയൊക്കെ ചവിട്ടി താക്കാൻ വേണ്ടിയിട്ട് കുറെ എണ്ണം കാണും. വെരട്ടിയൊക്കെ ഇവന്മാർ അങ്ങനെ പോട്ടെ. ഇനി ഇവന്മാർ ഇവിടെ കിടന്ന് കുറെ 4 പേരാണ്, 4 പയ്യന്മാരാണ്. ഇവന്മാരൊക്കെ വന്ന് വീണ്ടും ഫസ്റ്റ് പടം തന്നെ ഇത്രയും സൂപ്പർ ഹിറ്റ് ആവുന്നു, അടുത്തവർക്ക് വീണ്ടും പടം കിട്ടും. പലർക്കും അവസരം കിട്ടാതെ പോകും എന്നുള്ളതാണ്. സുരേഷ് ഗോപിയുടെ മകനെ കണ്ടില്ലേ, അന്ന് അഭിനയിക്കാൻ അറിയത്തില്ല. ആദ്യമൊക്കെ നീ സുരേഷ് ഗോപിയുടെ മകനത്തിന് കുറെ പോയി അഭിനയിക്കാൻ പടി എന്നുള്ളതാണ്. വന്നല്ലോ മറ്റേ അശ്വന്ത് ഗോക്കിന്റെ ഒക്കെ കുറുക്കി കയറിയിട്ടൊന്നും കാര്യമൊന്നുമില്ല. അതായത് താങ്കൾക്ക് അഭിനയിക്കാൻ ഞാൻ 1-2 സംഭവം കണ്ടു. വലിയ കഷ്ടമാണ്, വലിയ കഷ്ടം. അപ്പൊ ഇവർക്കൊന്നും നല്ല അഭിനയിക്കാൻ കഴിവുള്ള പയ്യന്മാരാണ്. അപ്പോൾ നമ്മൾ വർഷങ്ങളായിട്ട് ഈ താരരാജാക്കന്മാരെ മകളായിട്ട് പോലും നമുക്കൊന്നും എത്തിപ്പിടിക്കാൻ പറ്റില്ല. ഇവന്മാർ ഇവിടെ കിടന്ന് യൂട്യൂബിൽ കിടന്നുകൊണ്ട് ഈ പറഞ്ഞ പോലെ റീലും തേങ്ങയും വാങ്ങിയിട്ടും അവനൊക്കെ വന്ന് ഹിറ്റ്, അവനൊക്കെ അടുത്തടുത്ത് വീണ്ടും പടം. അപ്പൊ ഇവരിത് ഹിറ്റായിട്ട് ഒരുപാട് പടങ്ങൾ അല്ലെങ്കിൽ മറ്റാരെങ്കിലും കൊണ്ട് ചെയ്യിപ്പിക്കാൻ വെച്ചിരുന്ന പടങ്ങൾ വരെ ഇവർക്ക്
കിട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതൽ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവർക്ക് നല്ല രീതിയിലുള്ള സിനിമാ ഫീൽഡ് എന്ന് പറഞ്ഞാൽ പാരവെപ്പാണ്. നല്ല രീതിയിലുള്ള പിന്നീട് ത്രെട്ടണിങ് അല്ലെങ്കിൽ ഈ പറയുന്ന ഭീഷണി അതൊക്കെ കിട്ടിയിട്ടുണ്ട്. അതാണ് അവർ പറയുന്നത് നമ്മുടെ ഭീഷണി കാര്യം എന്ന് പറഞ്ഞാൽ ആ സിനിമ കിട്ടിയില്ലെങ്കിലും നമ്മൾ പഴയ പ്ലാറ്റ്ഫോം നമുക്ക് കിട്ടും, നമ്മൾ അതിൽ നമ്മൾ അവിടെ വീഡിയോ ഇട്ട് ജീവിക്കും എന്നുള്ളത്. ഇനി അവരുടെ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്, അതും കൂടി നമുക്കൊന്ന് കേൾക്കാം. ഓക്കെ, നമ്മൾ ഈ പടത്തിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഭാഗങ്ങൾ ഇതൊക്കെ കണ്ടിട്ടുള്ളൂ. പെട്ടെന്ന് നമ്മൾ ചെയ്ത സിനിമ ഒരു ഫുള്ള് ഒരു 2-2.5 മണിക്കൂർ നമ്മൾ അതിൽ കൂടുതൽ കാണില്ല. 2 മണിക്കൂർ പടം നമ്മൾ ഫുള്ളിന് നമ്മൾ കാണുമ്പോഴേ അത് കണ്ട് കഴിഞ്ഞപ്പോൾ സത്യം കണ്ണ് നിറഞ്ഞു വെച്ചാൽ എനിക്കങ്ങ് മാക്സിമം ഈ ക്രൗഡിന്റെ മുന്നിൽ എനിക്കങ്ങനെ കരയാനല്ല, അത്ര ആനന്ദ കണ്ണീരാണ് അങ്ങനെ വരാത്തത്. പക്ഷെ എനിക്ക് പെട്ടെന്ന് അങ്ങ് നിറഞ്ഞപ്പോൾ പെട്ടെന്ന് അവിടെ ലൈറ്റും കിട്ടി. ഇപ്പോൾ നോക്കി ഇവൻ വന്ന് ഒറ്റ കെട്ടിപ്പിടുത്തം കിട്ടിച്ചു. അപ്പോൾ എൻ്റെ കൺട്രോൾ പോയില്ല, പക്ഷെ ഓക്കെ ആയിരുന്നു. പക്ഷെ ഭയങ്കര സന്തോഷമായിരുന്നു വെളിയിൽ ഇറങ്ങിയപ്പോൾ ആൾക്കാരെ ആക്സെപ്റ്റൻസ്. നാളെ ചിലപ്പോൾ ഓക്കെ, ഇതവർക്ക് ഫസ്റ്റ് വെച്ചാൽ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫുള്ളായിട്ട് കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഫുള്ളായിട്ട് ആ തിയേറ്ററിൽ വന്നിരുന്ന് കണ്ടതിന് ശേഷം അവർക്ക് സ്വാഭാവികമാണ് ആർക്കായാലും കണ്ണ് നിറഞ്ഞു പോകും. എത്ര ഒതുക്കി വെച്ചാൽ ആ സമയത്ത് അവരുടെ സന്തോഷം പ്രകടിപ്പിച്ചു. ആ സന്തോഷ സമയത്ത് മറ്റവൻ വന്ന് കെട്ടിപ്പിടിച്ചതും പിന്നെ പുറത്തിറങ്ങിയപ്പോൾ കണ്ട പ്രേക്ഷകർ അവർക്ക് കൊടുത്ത സ്നേഹം, ഇഷ്ടം, അതൊക്കെയാണ് അവർ തുറന്നു പറയുന്നത്. ബാക്കി നമ്മളെ സുഹൃത്തുക്കളായിട്ട് നമ്മൾ പുറത്തൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് നമ്മൾ കാണുന്നതായിരിക്കാം. ചിലപ്പോൾ നമ്മുടെ പെൺ സുഹൃത്തുക്കളായിട്ട്, ആൺ സുഹൃത്തുക്കളായിട്ട്, ചിലപ്പോൾ നമ്മളെ പെങ്ങളായിട്ട് പലരുമായിട്ട് നമ്മൾ പുറത്ത് പോകണമായിരിക്കാം. പക്ഷേ നിങ്ങൾ അത് ഒരിക്കലും വീഡിയോ ഫോട്ടോ എടുത്ത് ഇടുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കണേ. വേറെ ഒന്നും കൊണ്ട് പറയില്ല. ഇങ്ങനെ ചിന്തിച്ചോ, ചിലപ്പോൾ അത് ആരെങ്കിലും എടുത്തിട്ട് ആ ഫോട്ടോ പുറത്ത് പോകണമെങ്കിൽ അത് വേറെ രീതിയിൽ പോവുകയാണെങ്കിൽ അവരുടെ ഭാവി അത് ബാധിക്കും. നമുക്ക് ഓൾറെഡി എന്ത് കിട്ടിയാലും അത് നേരിടാനുള്ള ശക്തിയിലാണ് നമ്മൾ. അവരൊന്നും അങ്ങനെ ആയിരിക്കും, വ്യക്തികൾ വരുന്നത് അങ്ങനെ ഒരു ഇതിലായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ എടുത്തിടുന്ന നല്ല ഉദ്ദേശത്തോടായിരിക്കും, പക്ഷേ കാണുന്നവർ ആ ഒരു ഇതിലായിരിക്കണമെന്നില്ല. നമ്മളെ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നത് മറ്റൊരാൾക്ക് ദുഃഖമായി വരേണ്ട, അത്രേ ഉള്ളൂ. ഇതെനിക്ക് എന്തോ മനസ്സിലായില്ല. ഇതിൽ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് പോകുമ്പോൾ നമ്മളെ കൂടെ പെൺകുട്ടികൾ കാണും, ചിലപ്പം ആൺകുട്ടികൾ കാണും. അതൊന്നും നിങ്ങൾ ഫോട്ടോ എടുത്ത് പിന്നെ സോഷ്യൽ മീഡിയയിലും അവിടെയൊന്നും നിങ്ങൾ ഇടരുത്. അതൊരു തെറ്റിദ്ധാരണയ്ക്ക് വക വരുത്തും എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെ ആരൊക്കെ എടുത്തിട്ടിട്ടുണ്ടാവാം. ഇവരെ കൂടെ ഏതെങ്കിലും പെൺകുട്ടികളോ അല്ലെങ്കിൽ ഇവരുടെ സഹോദരിമാരോ ആരൊക്കെ പോയപ്പോൾ ഇവരെക്കുറിച്ച് ഒരുപാട് നെഗറ്റീവ്സ് വരുന്നുണ്ട്. അവർ മറ്റതാണ് മറിച്ചതാണ് ഇതിനകത്ത് അവർ പറയുന്നുണ്ട്. നമ്മളെക്കുറിച്ച് ഇനി ഒരുപാട് നെഗറ്റീവ്സ് വരും, അതൊന്നും നിങ്ങൾ കേൾക്കരുത്. അതുപോലെ ഇവരെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഇത്ര രൂപ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും പിന്നീട് വീഡിയോ റീലൊക്കെ ഇടുന്നുണ്ട്. അതുവഴി കുറെ ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കുന്നു. അതുകൊണ്ട് അവരെ ഒന്നും നിങ്ങൾ വിശ്വസിക്കരുത്. എല്ലാം നമ്മൾ 4 പേരും ഒന്ന് പറയുന്നതായിരിക്കും സത്യം, മറ്റുള്ളവർ പറയുന്നത് വിശ്വസിക്കണം, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇവരോട് പറഞ്ഞത് നിങ്ങളുടെ ആരും അങ്ങനെ എടുത്ത് ഫോട്ടോ എടുത്തിടരുത് എന്നുള്ളതാണ്. ഇത് ഈ ഒരു ചെറുപ്പത്തിൽ തോന്നുന്ന ഒരു പേടിയും ഇതൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല. നിങ്ങളിപ്പോൾ ഒരു സാധാരണ കാരനല്ല. ഇപ്പോൾ നിങ്ങളൊരു സ്റ്റാറാണ്. ഒരു തലത്തിൽ ഒരു വൻപൻ ഹിറ്റ് പടത്തിൽ അഭിനയിച്ചാൽ അല്ലെങ്കിൽ അതിൻ്റെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്ത 4 നടന്മാരാണ് നിങ്ങൾ. അപ്പം നിങ്ങളെ കാണുമ്പോൾ മറ്റുള്ളവർ ഫോട്ടോ എടുക്കും. അപ്പം ഒരു പെൺകുട്ടി കൂടെ ഉണ്ട്, ഫോട്ടോ എടുക്കും. അതൊക്കെ ഈ ഒരു ഫീൽഡിലുള്ളതാണ്. അതായത് ഈ ഒരു സിനിമാ ഫീൽഡോ അല്ലെങ്കിൽ ഈ സെലിബ്രിറ്റി മേഖലകളിൽ അത് അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു ചെറിയ കാര്യമാണ്. ഇതൊന്നും പറഞ്ഞുകൊണ്ട് താങ്കളും ഒരു പെൺകുട്ടിയായിട്ട് ഇട്ടുന്ന ഒരു ഫോട്ടോ എടുത്തിട്ട് ഇവർ തമ്മിൽ ലൈനാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ജനങ്ങളും അങ്ങനെ വിശ്വസിക്കാനും പറയും. അതുപോലെ ഗോസിപ്പുകൾ ഒരുപാട്. അപ്പം എനിക്ക് പറയാനുള്ളത് ഇതിൽ വലിയ മൈൻഡൊന്നും ചെയ്യേണ്ടത് ആവശ്യമില്ല. നിങ്ങൾ ഇനി പറഞ്ഞാലും ഇല്ലെങ്കിലും അങ്ങനെയുള്ള സംഭവങ്ങൾ വരും. ഇതിപ്പം ഇവരുടെ പക്വത കുറവ് മൂലം ഇനി എന്തെങ്കിലും ആ കുട്ടികൾക്ക് എന്തെങ്കിലും അതൊരു എന്താ പറയുക ഒരു കെയർ ആണ്, അല്ലെങ്കിൽ ഒരു പേടിയാണ്, അല്ലെങ്കിൽ ഒരു കരുതലാണ്. പക്ഷെ അതിൽ നമുക്ക് ഒരു സെലിബ്രിറ്റി ഈ ഒരു ഫീൽഡിലേക്ക് വരുമ്പോൾ, അതിപ്പോൾ ഫിലിം ഫീൽഡ് ആയിക്കോട്ടെ, ഈ ഒരു സെലിബ്രിറ്റി മേഖലയിലേക്ക് വരുമ്പോൾ ഇതൊക്കെ നമ്മൾ സഹിച്ചേ പോലും നമ്മുടെ കൂടെ ആര് വന്നാലും ഇതവന്റെ ലൈൻ ആയിരിക്കുമോ എന്നുള്ള ഒരു കണ്ണുകൂടെ നോക്കും. അത് നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. പഠിക്കുന്ന സമയത്ത് ഇതൊന്നും എൻ്റെ വായി വന്നിട്ടില്ല. എന്താണ് ഇനി നമ്മൾ സിനിമ ചെയ്യും. ചിലപ്പോൾ നമ്മൾ 4 രീതിയിലുള്ളതായിരിക്കും. ചിലപ്പോൾ ഞാൻ വേറൊരു പടത്തിൽ പോകും, അച്ഛൻ വേറൊരു പടത്തിൽ പോകും, വിനായക് പോകും, ഞാൻ ഇവന് ഒരു പടത്തിൽ വരും. പക്ഷേ ഇത്ര പറയാം, 4 പടത്തിൽ പോകുമെങ്കിലും നമ്മൾ 4 പേരും അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ചിലപ്പോൾ നമ്മൾ മാഞ്ഞ് അത് പറയാം, ഒന്നും പറയാൻ പറ്റൂല. നമ്മൾ ഇവിടം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ മാഞ്ഞ് പോണത് ആരും അറിയില്ല. ഒന്നും കാര്യം വെച്ചാൽ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, ആൾക്കാരെ ഇഷ്ടങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതങ്ങനെ മാറി പോയിട്ട് വന്നുകൊണ്ടിരിക്കുക. ആരെയും കുറ്റം പറയണം, അതങ്ങനെയാണല്ലോ. എന്തായാലും നിങ്ങൾക്കിടയിൽ വീണ്ടും ഇവിടെ വരാൻ കഴിഞ്ഞതിൽ നിങ്ങളുടെ എല്ലാം പങ്കുവയ്ക്കാൻ കഴിഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഞങ്ങളുടെ എല്ലാ സന്തോഷവും നീ മിണ്ടാണ് ചുമ്മാ ഒരു കാര്യമാണ് വലിച്ചു നിങ്ങൾ സന്തോഷം. ഞാൻ വന്ന് നിങ്ങൾ മാത്രം ആ സന്തോഷം കൂടെ വന്ന് ഒത്തിരി സന്തോഷം. ഓക്കെ, ഇതാണ് അവർ പറയുന്നത്. ഇനി നമുക്ക് സിനിമകൾ കിട്ടും.
അവൻ ഇതിനിടയിൽ ഇവർ പറയുന്നുണ്ട്, അതായത് പലരും നമ്മൾക്ക് ഇത്ര പടം കിട്ടി അതിൽ അഭിനയിക്കാൻ പോകണം എന്നൊക്കെ പറയുന്ന വ്യാജമായിട്ടുള്ള വാർത്തകൾ വരുന്നത്, അതൊന്നും വിശ്വസിക്കരുത്. എന്തായാലും പടം കിട്ടും എന്നുള്ളത് എനിക്ക് തോന്നുന്നു. ഇവിടെ സംസാരം കിട്ടി ആരെങ്കിലും ഇത്രയും വലിയ ഹിറ്റ് പടത്തിൽ അഭിനയിച്ചാൽ എന്തായാലും അടുത്തൊരു സിനിമയിലേക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പലരും തിരക്ക് തന്നെ ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ ഇപ്പം ഇവര് ഈ 4 പേരും ഒത്തുള്ള സിനിമയിലൊന്നും ആയിരിക്കില്ല. ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒരുത്തനൊക്കെ ഭയങ്കരമായിട്ട് കയറി പോകും, മനസ്സിലായോ? അവരൊക്കെ സമയം കൊള്ളാമെങ്കിൽ ഇതിപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നവനായിരിക്കത്തില്ല കയറണമെന്നുള്ളത്. ഏതെങ്കിലും ഈ 4 പേരിൽ ഏതെങ്കിലും ഒരാൾ ഇതാന്ന് പറയുന്ന മുമ്പേ വലിയൊരു സൂപ്പർ സ്റ്റാർ ആയിട്ട് മാറാനൊന്നും വലിയ കാലമൊന്നും വേണ്ട. അപ്പോൾ നമ്മൾ എന്താണ് 4 പേരും ചിലപ്പോൾ 4 പടത്തിൽ എന്തായാലും അവർക്ക് സിനിമയുടെ അവസരം കിട്ടും, ഒരുപാട് അവസരം കിട്ടും. കാരണം കഴിവുണ്ടേ, ഒന്ന് പറഞ്ഞാൽ അവർക്ക് നല്ല അഭിനയിക്കാനുള്ള കഴിവുള്ള പയ്യന്മാർ. അതുകൊണ്ട് തന്നെ അവരുടെ ഭാവി ഭദ്രമായിരിക്കും എന്നുള്ളത് എനിക്കിവിടെ പറയാനുള്ളത്. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഇവരുടെ ഈ ഒരു സംഭവം, അതായത് താഴേക്കരയിൽ നിന്ന് പൊങ്ങി വരുന്നവരെ ഒരു ഫിലിം ഫീൽഡ് എന്ന് പറഞ്ഞ ഒരു മായാലോകമാണല്ലോ. അവിടെയൊക്കെ ക്യാഷിന്റെ കളിയാണ്, ഈ പറയുന്ന ഗ്ലാമർ ലോകമാണ്. അപ്പൊ അവിടെയൊക്കെ ഈ പറയുന്ന താഴേക്കടലിൽ നിൽക്കുന്ന ആരെങ്കിലൊക്കെ വന്ന് അവിടെ വന്ന് സ്റ്റാർ ആവുന്നത് അവിടെ ഇപ്പോൾ എങ്ങനെയെങ്കിലും ഈ പറയുന്ന രാജാക്കന്മാരുടെ മക്കളായിക്കോട്ടെ, അല്ലെങ്കിൽ അവിടെ കുറെ കാലം കൊണ്ട് പടം ചെയ്ത് ഒന്നും ഒരിടത്തും എത്താതെ ഇരിക്കുന്നവരൊക്കെ, അല്ലെങ്കിൽ ആരെങ്കിലും കാല് പിടിച്ചെടുത്തൊരു സിനിമയിൽ അഭിനയിക്കണം എന്നൊക്കെ രീതിയിൽ, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ പണ്ട് ഈ പറഞ്ഞതുപോലെ എന്താണ് ആനപ്പുറത്തിരുന്ന് അതിന്റെ തഴം അതുകൊണ്ട് എനിക്കും തഴമ്പുണ്ട് എന്ന് പറഞ്ഞു കിടക്കുന്ന കുറേ പേരുണ്ടാവും. അപ്പൊ അവർക്കൊക്കെ ഇതൊരു എന്താണ് ഒരു കണ്ണുകടി ആയിരിക്കും, അവരുടെ കണ്ണിലെ കരടായിരിക്കും ഇവര്. അതുകൊണ്ട് തന്നെ ഇവരെ എങ്ങനെയെങ്കിലും അടിച്ച് താഴ്ത്തെങ്കിലും വിരട്ടുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്ത് ഇവരെ ഇവിടെ നിന്ന് ഓട്ടിക്കാനുള്ള പല അടവുകളും പല രീതിയിൽ ഇവന്മാർ ഇറക്കും. അവിടെ ഒന്നും വീണു പോകാതെ നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും. നിങ്ങൾക്ക് എല്ലാവിധ നന്മയും ഉയർച്ചയൊക്കെ ഉണ്ടാവട്ടെ. നമുക്ക് വേണ്ടി കാണാം. ജയ് ഹിന്ദ്.